ഇത് വേറൊരു വീഡിയോ അല്ല, ഞങ്ങളെ +1 സ്റ്റുഡൻസിന്റെ അവസ്ഥയാണ് പറയുന്നത്. ചിലർക്ക് ഈ വീഡിയോ കാണുമ്പോൾ പരിഹാസമായിട്ട് തോന്നും, പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു അവസ്ഥയാണ്. കാരണം ഞങ്ങളുടെ ഇംഗ്ലീഷ് ബുക്കാണിത്. ഞങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ പഠിക്കാണ്ട് അറിയോ? ഒന്നാമത് കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്, അതിന്റെ കൂടെ ഇതും കൂടെ, അതും 5 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. ഇതിന് പുറമെ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ഞങ്ങൾ പഠിക്കണ കാര്യങ്ങളെ പറ്റിയിട്ട്, അല്ലേ ജെയിൻ? ഇത് സാധാരണ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ചിലപ്പോൾ ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ലാംഗ്വേജ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും മനസ്സിലാവും ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. കാരണം നോക്കൂ, ഇത്ര വലിയൊരു ടെക്സ്റ്റ് 5 യൂണിറ്റ് ആണ് ഇതിനകത്തുള്ളത്. ഓരോ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് വെച്ചിട്ട്, അതും ഓരോ വാക്കുകളും അത്രയും ഡിഫിക്കൽട്ടായിട്ട് ഭയങ്കര സാഹിത്യമുള്ള വാക്കുകളാണ് ഇതിനകത്ത് ചേർത്ത്. അതും ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത പല വാക്കുകളും, ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കണ വാക്കുകൾ. പല സ്കൂളിലും മാഷന്മാർക്ക് ഇത് കുട്ടികളുടെ ഇടയ്ക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതായത് ഒരു ആവറേജ് സ്റ്റുഡന്റിന് അത്രയും ഡിഫിക്കൽട്ട് ആവും ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഒരു ആവറേജ് സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ പറയാണ്, എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. നോക്ക്, 8 മണിക്കൂർ 9 മുതൽ 4:30 വരെയാണ് ഞങ്ങൾ സ്കൂളിൽ ഇരിക്കുന്നത്. 8 മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ ഇരിക്കണം. അത് മാത്രമല്ല 15 മിനിറ്റിന്റെ 2 ബ്രേക്ക്, 40 മിനിറ്റിന്റെ ലഞ്ച് ബ്രേക്ക്. എത്രയെന്ന് വെച്ചിട്ടാ ഞങ്ങളുടെ കഷ്ടപ്പാടൊന്നും മനസ്സിലാക്കുന്നില്ലേ? ഇത് കാണുന്നവർക്ക് വെറുതെ ഇരുന്നാൽ മതിയല്ലോ എന്ന് നോക്കും. പക്ഷേ ഞങ്ങൾക്ക് നടുവേദനിക്കുന്നുണ്ട്, പല അസുഖങ്ങൾ വരുന്നവരുണ്ട്, ഞങ്ങൾക്ക് റെസ്റ്റ്, ഞങ്ങൾ മെന്റലി ഫിസിക്കലി ടയേർഡാണ്. എല്ലാരും പറയും ഈ +1 +2 എത്തിയാൽ എന്തായാലും ഭയങ്കരമായിട്ട് പഠിക്കാണ്ടാവും, അത് നിങ്ങൾക്ക് മാത്രമൊന്നും അല്ലാന്ന്. എന്നാൽ അതൊന്നല്ല. ഇപ്രാവശ്യം 10ൽ ഞങ്ങളുടെ ടെക്സ്റ്റ് മാറി, അത് ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു +1 എത്തുമ്പോഴെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബാക്കി പല കാര്യങ്ങളും ഉണ്ടാവുന്നത്. അപ്പോഴും ഞങ്ങൾക്ക് വീണ്ടും ദയനീയാവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോഴും ഞങ്ങളുടെ ലാംഗ്വേജിന്റെ ടെക്സ്റ്റ് മാറി, ഇംഗ്ലീഷ് മാറി, ഹിന്ദി മാറി, അതേപോലെ മലയാളവും മാറി. മലയാളവും ഹിന്ദി മാറിയത് അവിടെ ഇരിക്കട്ടെ, പക്ഷെ ഇംഗ്ലീഷ് മാറിയതാണ് ഞങ്ങളെ വല്ലാണ്ട് സങ്കടത്തിലാക്കിയത്. എബോ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് പോലും പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. ഈ ലാംഗ്വേജ് പഠിക്കുന്ന സിമ്പിൾ ആണെന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. പലരും ഇംഗ്ലീഷ് എഴുതുന്നത് ഇപ്പോഴും അപ്രിസിയേഷൻ ഡിസ്കോഴ്സസുകൾ പലതും കാണാപ്പാടം പഠിച്ചിട്ടാണ് എഴുതുന്നത്. അത് ലാംഗ്വേജിന്റെ ഒരു കുഴപ്പം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പറയും നിലവാരം കൂട്ടാനാണ് ഇതൊക്കെ ടഫ് ആക്കുന്നതെന്ന്. വ്യക്തി അല്ലെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കാതെയാണ് ഈ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എന്തെന്ന് വെച്ചാല് പണ്ട് തൊട്ട് എല്ലാവർക്കും ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഈ ഒരു ടെക്സ്റ്റ് വന്നോടുകൂടി ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് കുട്ടികൾക്കിടയിൽ. നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല കാര്യങ്ങളുമാണ് ഇതിൽ പറയണത്. ഞങ്ങൾ +1 +2ലാണ്, അല്ലാതെ ഡിഗ്രിക്ക് പഠിക്കല്ല. ഒരു കുട്ടി എന്നുള്ള നിലയിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ തലച്ചോറിന്റെ സൈസെങ്കിലും നമുക്ക് നോക്കൂടെ? അത് മാത്രമല്ല, നിങ്ങൾ പറയും നല്ല എന്താ പറയാ നിലവാരമുള്ള കുട്ടികളാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ടെക്സ്റ്റ് ഉണ്ടാക്കണേന്ന്. കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കാതെ നിങ്ങൾ കുറെ നിലവാരമുള്ള ടെക്സ്റ്റ് ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഒന്നില്ലെങ്കിൽ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ ചെറുപ്പം തൊട്ടുള്ള ക്ലാസ് മുതൽ തന്നെ ഇങ്ങനത്തെ ഉള്ള ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോണ്ടന്റ്സ് പഠിക്കാൻ ആദ്യം ശ്രമിക്കണം. അല്ലാണ്ട് വെറുതെ നിങ്ങൾ ഇപ്പൊ ഒരു 10ലോ അല്ലെങ്കിൽ ഒരു +1ലോ എത്തുമ്പോൾ ടെക്സ്റ്റ് മാറ്റി ഭയങ്കര നിലവാരം കൂടിയ ടെക്സ്റ്റ് ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അത് കുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യണത്. നിലവാരം കൂട്ടാനൊക്കെ നോക്കുന്നത് നല്ലതാണ്, പക്ഷെ ഈ ടെക്സ്റ്റ് കണ്ടിട്ട് ഉള്ള നിലവാരം കൂടെ പോവാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്തോന്നാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? പ്ലീസ് ഇംഗ്ലീഷ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ സ്പീക്കിംഗ് എബിലിറ്റി വർദ്ധിപ്പിക്കാനാണ് നോക്കേണ്ടത്. അല്ലാണ്ട് കുറെ അപ്രിസിയേഷനും ലെറ്ററും ഡയറിയും പഠിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോണില്ല. ഒന്ന് മനസ്സിലാക്ക്, കുട്ടികളെ കൂടുതൽ സംസാരിപ്പിച്ച് പഠിപ്പിക്കാൻ നോക്ക്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സാഹിത്യം പഠിപ്പിച്ചോ, നല്ലതാണ്, നല്ല നല്ല വാക്കുകൾ കിട്ടിക്കോട്ടെ, അതൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. പക്ഷേ 5 യൂണിറ്റ് ഒരു 3 യൂണിറ്റ് ആക്കായിരുന്നു. ഇത് ഒരു കൊല്ലം ജനുവരിയിൽ ഞങ്ങൾക്ക് ഈ ടീച്ചേഴ്സിന് ഈ പോർഷൻ തീർക്കണം. എങ്ങനെ അവര് തീർക്കും? അവർക്ക് ഇത് വായിച്ചു വിടാനേ സമയം കിട്ടുള്ളൂ. പല ടീച്ചർമാരും അതന്നെ ചെയ്യണത്. വായിക്കുന്നു, അർത്ഥം പറയുന്നു. ഞങ്ങൾക്ക് എന്ത് കിട്ടി? അവർക്ക് അവരുടെ പോർഷൻ തീർന്നു, ഞങ്ങളാണ് അനുഭവിക്കേണ്ടത്. നിങ്ങളിപ്പോ 10ല് ചില സിലബസ് വെട്ടിക്കുറയ്ക്കുക പറഞ്ഞു, ഞങ്ങൾ അത് അനുഭവിച്ച ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അത് വെട്ടിക്കുറച്ചപ്പോ ഇപ്പത്തെ 10ാം ക്ലാസ്സുകാർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും പഠിക്കണമൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ ഈ ടെക്സ്റ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഗ്രാമർ അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കടുകട്ടിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പഠിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഓരോ കാര്യങ്ങളും നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഇനി നോക്കിക്കോളൂ, ഇംഗ്ലീഷിന് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ വരെ ഇംഗ്ലീഷിനെ വെറുക്കാനുള്ള ഒരു കാര്യമാവും ഈ ടെക്സ്റ്റ് കാരണം. അതെ, നല്ലതാണ്. എബോ ആവറേജ് സ്റ്റുഡൻസ് ഇത് വളരെ നല്ലൊരു പുസ്തകമായിരിക്കും. പക്ഷെ ഞങ്ങളെ പോലുള്ള ആവറേജ് സ്റ്റുഡൻസിനോ ബിലോ ആവറേജ് സ്റ്റുഡൻസിനോ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ടേ?
ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ടേ? ഞങ്ങൾക്ക് അപ്പൊ വെറുതെ എക്സാം എഴുതി പേരിന് പാസ്സായാൽ മതിയോ? നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു വഴിയില്ല. ഞങ്ങളുടെ ഉറക്കമൊന്നും ഇല്ല. ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് 6 സബ്ജക്ട് പഠിക്കണം. 6 സബ്ജക്റ്റിന്റെയും ബുക്കിന്റെ കട്ടി നോക്കിയാൽ തന്നെ തല ഇറങ്ങി വീഴും. ഇപ്പൊ ചിലർക്ക് തോന്നും ഞങ്ങൾ എന്ത് ഓവറാക്കല ചെയ്യണമെന്ന്. പക്ഷെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 5 യൂണിറ്റ് ഡിസംബർ ആകുമ്പോഴേക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അത് റിവിഷൻ ചെയ്ത് അത് പഠിച്ച് എക്സാം എഴുതണം. നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ ഞങ്ങളുടെ അവസ്ഥ. മാര് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന മാതിരി എനിക്ക് ഈ സംഭവിക്കുന്നത്. സത്യം ജയം പറഞ്ഞ കറക്റ്റ് ആണ്. ചില ഇംഗ്ലീഷ് മാഷ്മാർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അവരനുഭവിക്കുന്ന ഒരു പ്രശ്നമാവും ഇത്. എങ്ങനെ ഇത് കുട്ടികളിലേക്ക് എത്തിക്കുന്ന പല ഇംഗ്ലീഷ് മാഷ്മാരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. ഈ സിലബസ് ഉണ്ടാക്കിയവരെ അടിച്ചമർത്താനൊന്നും അല്ല ഞാൻ പറയുന്നത്. അത് അത്രയും നല്ല ബുക്കാണെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങളെ കൊണ്ട് ഇത് താങ്ങില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഞങ്ങളുടെ വിഷമം ഞങ്ങൾ തുറന്നു കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ പറയാ, പറ്റുമെങ്കിൽ ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക.